ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ട ഗ്ലാമറിൻ്റെ എൻജിൻ സംബന്ധമായിട്ടുള്ള എൻജിൻ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അയച്ചതാണ് കേട്ടോ. അപ്പം നിലവിൽ എൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിൻ്റെ ബെയറിങ് പോയിട്ട് അത് ഫുൾ ജാമായി. അതായത് ഒരു അനക്കമില്ലാത്ത രീതിയിൽ ഫുൾ സ്റ്റക്കായി പോയേക്കാണ്. അപ്പോൾ ഇതിക്ക് മുമ്പ് നമ്മളൊരു പ്രാവശ്യം ഈ പുകയുടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ തൽക്കാലം സിലിണ്ടർ ബോർ ചെയ്ത് കയറ്റി. അന്ന് ബോർ ചെയ്ത് കയറ്റാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ചെറിയ കണക്ടർ റോഡിന് ചെറിയൊരു പ്ലേ ഉണ്ടായിരുന്നു. പക്ഷേ സൗണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായതുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഓടുന്നിടത്തോളം ഓടട്ടെ എന്നുള്ള രീതിയിൽ നമ്മളതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ ബോർ ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. പിന്നെ അത് കുറേ ഓടി കഴിയുമ്പോഴാണ് ഓൾറെഡി ഈ കംപ്ലയിൻറ്റ് കണക്ടർ റോഡിൻ്റെ സൗണ്ട് ചെറുതായിട്ട് കേട്ടു. അതിന് ശേഷം അങ്ങനെ വന്നിട്ടാണ്, പെട്ടെന്നല്ല കുറച്ച് നാൾ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും. അപ്പം നിലവിൽ ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ ചെയ്യേണ്ടതൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടം ഉണ്ട് നമുക്ക് ഈ വണ്ടിക്ക്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ക്രാങ്ക് ഷാഫ്റ്റ് പുതിയത് യൂസ് ചെയ്യുക, പുതിയത് മാറ്റിയിടണമാണ് നല്ലത്. കാരണം ഈ ക്രാങ്കും മാറ്റി പുതിയതിടാം, സിലിണ്ടർ കിറ്റും മാറ്റി പുതിയതിടാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി പോയിക്കോളും. പിന്നെ ക്രാങ്കിൻ്റെ തന്നെ ആയാലും സൈഡിൽ വന്ന നീഡിൽ, ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ എത്രയാണ് വരുള്ളൂ. ഒരു സൈഡ് ബോൾ ബെയറിംഗ് അടക്കമുള്ള ഈ ഒരു യൂണിറ്റായിട്ട് വരുള്ളൂ. ഈ സൈഡിൽ നീഡിൽ ബെയറിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നീഡിൽ ബെയറിംഗ് ഒക്കെ ഉണ്ട്. അതടക്കം നമുക്ക് ചേഞ്ച് ചെയ്തിടാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ നമ്മൾ മാറ്റി സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് അടക്കം വന്ന ഒരു കിറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതും ചേഞ്ച് ചെയ്തിടാം. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ഈ ബെയറിങ്ങുകളൊക്കെ ഒന്ന് മാറ്റിയേക്കാം. കാരണം ഞാൻ സാധാരണ രീതിയിൽ ഈ ഒരു ബെയറിങ്ങാണ് സാധാരണ നമുക്ക് പണി ഉണ്ടാക്കാറ്. കാരണം ഈ ബെയറിങ് 6001 അതിൻ്റെ നമ്പർ. താരതമ്യേന മറ്റുള്ള ബെയറിങ്ങിനെ അപേക്ഷിച്ച് ലോഡ് കൂടുതലും വലിപ്പം കുറവുമാണ്. അതായത് ഇത് മെയിൻ ഷാഫ്റ്റിൻ്റെ സപ്പോർട്ടിങ് ബെയറിങ്ങാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് ലോഡ് കൂടുതലാണ് വരാറ്. അതേപോലെ തന്നെ താരതമ്യേന ചെറിയ ബെയറിങ്ങും ആയതുകൊണ്ട് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പം ചെറിയൊരു ഇതുള്ളൂ. പക്ഷേ എങ്കിൽ കൂടി നമുക്കത് റിസ്ക് എടുക്കാമെന്നൊക്കെ ഉണ്ടാകാൻ മാറ്റിയിടാം. നമുക്ക് പുതിയത് മാറ്റി കളയാം. അതായത് ഗിയർ ബോക്സിൻ്റെ ഈ രണ്ട് ബെയറിങ്ങും ഈ കേസും രണ്ട് ബെയറിങ്ങും മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്കതിൻ്റെ ക്ലച്ച് ഡിസ്ക് സെറ്റപ്പ് വഴി മാറ്റിയിടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ വർക്ക് ഫുള്ളായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തു പോകാം. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ക്ലച്ച് ഡിസ്ക് മാറ്റാം. ടൈം എഞ്ചിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മൾ ക്ലിയർ ചെയ്തതാണ്. പിന്നെ ക്ലച്ച് ഡിസ്കിൻ്റെ തന്നെ ഈ വീലിന് ചെറിയൊരു പ്ലേ ഉണ്ട്, തേയ്മാനം ഉണ്ട്. പക്ഷെ അത് വലിയ പ്രശ്നമില്ല, നമുക്ക് തൽക്കാലത്തൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിടാം. ഈ വാൽവിൻ്റെ ഗൈഡിന്, അതായത് ഇപ്പോൾ പെട്ടെന്ന് ആ വണ്ടി ഓടി നിന്നതിൻ്റെ പുറത്ത് ചെറിയൊരു ലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈഡും ചെറിയൊരു തേയ്മാനമൊക്കെ ഉണ്ട്. അപ്പോൾ വാൽവൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. അതൊക്കെ മാറ്റി റെഡിയാക്കി എടുക്കാം. ബാക്കിയത്തെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കൂടെ റീപ്ലേസ് ചെയ്ത് നമുക്ക് റെഡിയാക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഗിയർ വീലുകളുടെ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ 3ാമത്തെ 4ാമത്തെ ഗിയറിൻ്റെ വീലുകൾക്ക് തേയ്മാനം കാണുന്നുണ്ട്. ഈ വീഡിയോയിൽ നോക്കുമ്പോൾ അറിയാം. ഇതിൻ്റെ ഈ പല്ലിൻ്റെ വീഡിയോ കൃത്യമായിട്ട് കിട്ടുമെന്ന് അറിയില്ല, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. ഈ സൈഡിൽ ചില ഭാഗങ്ങളിൽ ചെറിയ പാട് പോലെ വന്നിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ഡോട്ട് പോലെ. കാരണം ഇനി അങ്ങോട്ട് പോകുന്തോറും അത് കൂടുതലേ വരുള്ളൂ. ഈ സൈഡിലെ പല്ലുമുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത പല്ലുമുണ്ട്, ഈ സൈഡിലെ ഇതുമുണ്ട്. അങ്ങനെ 3ൻ്റെയും 4ൻ്റെയിലും ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. രണ്ട് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മാറ്റുമ്പോൾ നമുക്ക് ക്യാം ഷാഫ്റ്റിൻ്റെ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ മാറ്റേണ്ടി വരും. മെയിൻ ഷാഫ്റ്റിൻ്റെ ഇത് മെയിൻ ഷാഫ്റ്റാണ്. മെയിൻ ഷാഫ്റ്റിൻ്റെയാണ് കൂടുതൽ തേയ്മാനം. പക്ഷേ എങ്കിൽ കൂടി മെയിൻ ഷാഫ്റ്റിൻ്റെ 2 വീലുകൾ, അതായത് 3ൻ്റെയും 4ൻ്റെയും, അത് രണ്ടും ചേഞ്ച് ചെയ്തിടേണ്ടി വരും. അതേപോലെ തന്നെ അതിനോട് കണക്ട് ചെയ്ത് വന്ന വീലാണ് ഇതുമോ വന്ന വീലുകൾ, അതായത് കൗണ്ടർ ഷാഫ്റ്റും വന്നത്. അതും നമ്മൾ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആ രീതിയിൽ ക്ലിയർ ചെയ്തെടുക്കുക. പിന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിലത്തെ ബെയറിംഗ് ഒന്ന് മാറ്റിക്കാം. ഈ ക്ലച്ച് ഔട്ടർ ഒന്ന് ഇച്ചിരി പ്ലേ കൂടുതലാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാം. പിന്നെ ഗ്യാസ്കറ്റ് കിറ്റ്, അതേപോലെ ഓയിൽ സീൽ, ഓറിങ്ങുകൾ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. കാരണം ഞാൻ ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടർ കിറ്റും മാറ്റിയിട്ട് വരുമ്പോൾ നമുക്ക് എഞ്ചിൻ വർക്ക് ചെയ്ത് വരുമ്പോൾ എത്ര കോസ്റ്റ് വരുമെന്ന് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നമുക്ക് ആ രീതിയിൽ ചെയ്തു പോകണമെന്ന് ബെറ്റർ. കാരണം നമുക്കത് മാക്സിമം നല്ല രീതിയിലുള്ള ഉപയോഗമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ക്രാങ്കൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാമായിരുന്നു. കാരണം ലോക്കൽ ഓട്ടോയൊക്കെയാണ്, അപ്പോൾ നിസ്സാരമൊക്കെ ഉള്ളൂ, ഒരു 8-10 കിലോമീറ്ററൊക്കെ ഓടണുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കമ്പനി പാർട്സും മേടിക്കാം, മാറ്റി പുതിയത് വയ്ക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട്. അതേപോലെ തന്നെ നമുക്കൊരു 1 ഇയർ വാറണ്ടി എന്തെങ്കിലും ഉണ്ടാവും. ഈ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് 1 വർഷത്തെ വാറണ്ടി നമുക്ക് എന്തെങ്കിലും ഉണ്ട്. പിന്നെ നമ്മൾ കറക്റ്റ് ഓയിൽ ചേഞ്ച് വിത്ത് സർവീസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണതുകൊണ്ട് തന്നെ വാറണ്ടിക്ക് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും വരില്ല. പിന്നെ തന്നെയല്ല, നമുക്ക് വാറണ്ടി പീരീഡിൽ നമുക്ക് 3 ജനറലായിട്ടുള്ള സർവീസും ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഫിൽട്ടർ ക്ലീനിങ്ങാണ് വരാം. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം.
കാരണം അത് നമുക്ക് കറക്റ്റ് മോണിറ്റർ ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. തന്നെയല്ല നമുക്ക് കൃത്യമായിട്ട് സർവീസ് ചെയ്യാറുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ തലവേദനയൊന്നും വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആ രീതിയിൽ ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടാം. നമുക്ക് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ബുധനാഴ്ചയിൽ വ്യാഴാഴ്ചത്തേക്ക് വണ്ടി കംപ്ലീറ്റ് ആക്കി ഇറക്കാം നമുക്ക് കേട്ടോ. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി.